സ്വർഗീയ വരദാനമമ്മ, സ്വർഗീയ നറുസൂനമമ്മ, തുണയേതുമില്ലാതെ അലയുന്ന തനയർക്ക് കനിവാർന്നു നൽകിയ വരമമ്മ. സ്വർഗീയ വരദാനമമ്മ, സ്വർഗീയ നറുസൂനമമ്മ, തുണയേതുമില്ലാതെ അലയുന്ന തനയർക്ക് കനിവാർന്നു നൽകിയ വരമമ്മ. ആവേ മരിയ, ആവേ മരിയ, ആവേ ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ മാതാവിൻ്റെ പിറവി തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ്. ഈ കഴിഞ്ഞ 7 ദിവസമായി നമ്മൾ കാത്തിരുന്നത് ഈ പുണ്യദിനത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ അമ്മയുടെ മക്കളായ നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പുണ്യദിനമാണ്. നമുക്കറിയാം, വീട്ടിൽ മാതാപിതാക്കളുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മക്കളായ നമുക്ക് ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ നമുക്ക് വേണ്ടി ചെയ്ത അനേകം കാര്യങ്ങൾ നമ്മൾ ഓർക്കാറുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന അനേകം അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും വേദനകളും സകലവും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഏതൊരു അപ്പൻ്റെയും അമ്മയുടെയും ജന്മദിനം ആ വീട്ടിൽ ആഘോഷിക്കുന്നത് വലിയ ആഹ്ലാദത്തോടെയാണ്. മക്കൾ അവരുടെ ഉചിതമായ രീതിയിൽ, സാധിക്കുന്ന രീതിയിൽ സ്നേഹചുംബനമായി, ചെറിയ സമ്മാനങ്ങളായി മക്കൾക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും ഒക്കെ ഈ ജന്മദിനത്തിൽ പ്രകടിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ, നമ്മുടെ സ്വർഗീയ അമ്മയുടെ പിറവി തിരുനാളാണ്. ഈ പുണ്യദിനത്തിൽ നമുക്ക് സന്തോഷിക്കാം. പുണ്യദിനമായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൽ നമ്മൾ ധ്യാനിക്കുന്ന ഒരു ചിന്ത വിഷയം, നമ്മുടെ കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ്? കരുതലുള്ള ഒരു ദൈവമാണ്. ഇതിനെക്കുറിച്ച് വചനം പറയുന്നു. 40-ാമത്തെ സങ്കീർത്തനം 17-ാം വചനം പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. നമ്മുടെ ദൈവം നമ്മെക്കുറിച്ച് കരുതലുള്ള ദൈവമാണ്. ഈ ദൈവത്തിൻ്റെ ശൈലി നമ്മുടെ അമ്മയുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. മാതാവിൻ്റെ പിറവി തിരുനാളായ ഈ ദിവസം ഒരു നിമിഷം പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപത്തിലേക്ക് നമുക്ക് നോക്കാം. പരിശുദ്ധ മാതാവ് നമ്മെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഈ അമ്മ നിശുദ്ധമായി നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ കാര്യത്തിൽ കരുതലുള്ള ദൈവമായിരിക്കുന്നത് പോലെ നിങ്ങളുടെ സ്വർഗീയ അമ്മയായ ഞാനും മക്കളെ നിങ്ങളുടെ കാര്യത്തിൽ കരുതലുള്ള ഒരമ്മയാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആ വ്യക്തിയെക്കുറിച്ച് കരുതലുള്ള ഒരു വ്യക്തി ഉണ്ടാക്കുക. അത് ആ വ്യക്തിയുടെ പ്രിയപ്പെട്ട അമ്മയാകുമ്പോൾ എന്തുമാത്രം സന്തോഷം, ഒരുപാട് അഭിമാനം ആ വ്യക്തിക്ക് അനുഭവപ്പെടും. ഇവിടെ നമ്മുടെ അമ്മ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലൊക്കെ കരുതലുള്ള ഒരമ്മയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 3-ാം വചനം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് മറിയം പറയുക: അവർക്ക് വീഞ്ഞില്ല എന്ന്. മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ കരുതലുള്ള ഒരമ്മയെ അവിടെ നമുക്ക് കണ്ടുപിട്ടാൻ സാധിക്കും. കർത്താവായ യേശുവിനോട് ഈ സമയം പരിശുദ്ധ അമ്മ പറയുകയാണ്, നീ അവർക്ക് വീഞ്ഞില്ല. നീ അത് കഴിഞ്ഞ് നമ്മോട് എന്താ അമ്മ പറയുക? യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അവൻ പറയുന്നത് ചെയ്യുവിൻ. നമ്മോടമ്മ പറയുന്നത്, ഈശോ പറയുന്നത് ചെയ്യാനാണ്. ഈശോയുടെ നമ്മുടെ ജീവിത നൊമ്പരങ്ങളും വേദനകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലായ്മകളും മാനുഷികമായ ആവശ്യങ്ങളും അമ്മ ഉണർത്തുമ്പോൾ ഈ സ്വർഗീയ അമ്മ പരിശുദ്ധമ്മ നമ്മോട് പറയുന്ന, മക്കളെ ഈശോ പറയും നിങ്ങൾ ചെയ്യണം കേട്ടോ, ഈശോ പറയും നിങ്ങൾ അനുസരിക്കണം കേട്ടോ. അപ്പോൾ ഈശോ പറയുന്നത് കേൾക്കുമ്പോൾ, ഈശോ പറയുന്നത് അനുസരിക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്ന് അമ്മയ്ക്കറിയാം. ഇവിടെ മീനില്ല എന്നമ്മ പറയുമ്പോൾ
ഈ കാനായിൽ വിവാഹ വിരുന്നിൽ കാണാൻ സാധിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ മാതൃസഹജമായ ഉത്കണ്ഠയാണ്. ഒരു കുടുംബത്തിൽ കുറവുണ്ടാകുമ്പോൾ അതേത് കുറവുമാകട്ടെ, ഈ കുറവ് ആദ്യമേ തിരിച്ചറിയുന്നത് ആ കുടുംബത്തിലെ അമ്മയാണ്. ഇതുപോലെ വ്യക്തിപരമായ നമ്മുടെ ജീവിത മേഖലയിൽ, നമ്മുടെയൊക്കെ കുടുംബത്തിലോ വ്യക്തിജീവിതത്തിലോ സമൂഹത്തിലോ ചില കുറവുകൾ, മാനുഷികമായ കുറവുകൾ വരുമ്പോൾ ഈ കുറവുകൾ ആദ്യമേ തിരിച്ചറിയുക പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ടാണ് കേട്ടോ അമ്മ ഇപ്രകാരം പറയുക, ദേ അവർക്ക് വീഞ്ഞില്ല കേട്ടോ. ഈ കാനായിൽ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ, മനുഷ്യൻ്റെ മാനുഷികമായ ആവശ്യങ്ങളിൽ കരുതലുള്ള അമ്മയുടെ 3 പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി മറിയം ഇവിടെ ആരാണ്? പരിശുദ്ധ മറിയം നമ്മെ ശ്രദ്ധിക്കുന്ന ഒരമ്മയാണ്, ശ്രദ്ധാലുവായ ഒരമ്മയാണ്. അതായത് നമ്മുടെ വ്യക്തിപരമായ, കുടുംബപരമായ, സമൂഹപരമായ കാര്യങ്ങളിൽ മറിയം അതീവ ശ്രദ്ധ ചെലുത്തുന്നു. നമ്മളറിയുന്നില്ല നമ്മുടെ പല കുറവുകളും, നമ്മുടെ ഇല്ലായ്മകൾ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ ഇല്ലായ്മകൾ, നമ്മുടെ കുറവുകളും ആദ്യമേ ഈ സ്വർഗീയ അമ്മ തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. ഈ അമ്മ വേറെ ഒന്നിനെയും കുറ്റപ്പെടുത്താറില്ല. നമുക്ക് ചില കടബാധ്യത വരുമ്പോൾ, സാമ്പത്തികമായ പ്രതിസന്ധി വരുമ്പോൾ നീ ചേർന്ന് നിൽക്കുന്നവർ പലപ്പോഴും കുറ്റപ്പെടുത്താറുണ്ട്. നീ ശ്രദ്ധ കുറവുകൊണ്ടല്ലേ, ദൂർത്തടിച്ചത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ കാര്യശേഷി ഇല്ലാതെ പോയത് കൊണ്ടല്ലേ ഈ കടബാധ്യത, ഈ പ്രശ്നവും പ്രതിസന്ധിയൊക്കെ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് അമ്മ ഒന്നിനെയും വിമർശിക്കാറില്ല. കാനായിൽ വിവാഹ വിരുന്നിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ വിവാഹ ആഘോഷ നടത്തിപ്പുകാരെയോ ഈ വിവാഹത്തിൻ്റെ സംഘാടകരെയോ ഒന്നും അമ്മ കുറ്റം പറയുന്നില്ല. താറുമാറായ ആ സംവിധാനത്തെ അമ്മ കുറ്റം പറയുന്നില്ല. അമ്മ ആ സമയം ശ്രദ്ധിക്കുന്നത് ഈ വീഞ്ഞു തീർന്നുപോയ മേഖലയാണ്, ഈ കുടുംബത്തിനുണ്ടാകുന്ന അപമാനമാണ്, ആ യുവദമ്പതിയുടെ ജീവിതത്തിൽ കടന്നു വന്ന വലിയൊരു അസ്വസ്ഥതയാണ്. ഈ സമയം വീഞ്ഞെന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അത് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരടയാളമാണ്. ഈ വീഞ്ഞു തീർന്നു പോയത് കാനായിലെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ ഈ മാതാവിൻ്റെ പിറവിത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് സന്തോഷിക്കാൻ സാധിക്കാതെ, ആഹ്ലാദിക്കാൻ സാധിക്കാതെ ഈ സമൃദ്ധിയുടെയും സന്തോഷത്തിനെയും വീഞ്ഞു തീർന്നുപോയ അനുഭവങ്ങളില്ലേ? പരസ്പരം കണ്ടുമുട്ടുമ്പോൾ മുഖം മറിച്ച് അല്ലെങ്കിൽ കുനിഞ്ഞു നടക്കുന്നൊരവസ്ഥ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ? വീഞ്ഞെന്ന് പറയുന്ന സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെ അടയാളമാണെങ്കിൽ ഈ സമൃദ്ധി തീർന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ കുടുംബത്തിലോ സമൂഹത്തിലോ ഇതിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ കുറവുകൾ നികത്താൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. ഒരിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന ഒരു മകൻ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പനും അമ്മയും സംസാരിക്കുന്നത് കണ്ടിട്ട് 20 വർഷമായി. 20 വർഷമായി അച്ഛാ, എന്നെ മാതാപിതാക്കൾ പരസ്പരം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ട്. അപ്പനും അമ്മയും ഒരു വീട്ടിൽ തന്നെയുണ്ട്, പക്ഷേ ഈ അപ്പനും അമ്മയും സംസാരിക്കുന്നത് ഈ മകൻ കണ്ടിട്ടില്ല. ഈ കഴിഞ്ഞ 20 വർഷമായി ഈ മാതാപിതാക്കൾ സംസാരിക്കുന്നത് കാണാൻ വേണ്ടി മകൻ ആഗ്രഹിച്ചിട്ട് കാണാൻ സാധിക്കാതെ പോവുകയാണ്. ഇങ്ങനെ വീഞ്ഞു തീർന്നു പോയ എത്രയെത്ര അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകനായി കഴിയുന്ന എത്രയോ വ്യക്തികളുണ്ട്. ഒരു കുടുംബത്തിൽ 6-7 വ്യക്തികളുള്ളപ്പോൾ ഒറ്റപ്പെട്ടു പോയി ആരുമില്ലാതെ കഴിയുന്ന വ്യക്തികളില്ലേ? ഒരു സമൂഹത്തിൽ 6-7 വ്യക്തികളുള്ളപ്പോൾ ആരുമില്ല എന്ന ചിന്തയിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വ്യക്തികളില്ലേ? ഇങ്ങനെ വീഞ്ഞു തീർന്നു പോയ ജീവിതങ്ങൾ, വീഞ്ഞു തീർന്നു പോയ കുടുംബങ്ങൾ, വീഞ്ഞു തീർന്നു പോയ ദേശങ്ങൾ, വീഞ്ഞു തീർന്നു പോയ സമൂഹം, ഇവിടെയെല്ലാം സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അടയാളമായി, സ്നേഹത്തിൻ്റെ അടയാളമായി വീഞ്ഞ് സമൃദ്ധമായി ഉണ്ടാകാൻ വേണ്ടി കർത്താവായ യേശുവിനോട് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിക്കണം. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ആവശ്യപ്പെട്ടാൽ, അവർക്ക് വീഞ്ഞില്ല കേട്ടോ, അവർക്ക് ഇന്ന കുറവുണ്ട് കേട്ടോ, ഇതൊന്ന് യേശുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ യേശു വളരെ വേഗം അതൊരു അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റും. അതുകൊണ്ട് ഇവിടെ മറിയമെന്ന് പറയുന്ന നമ്മുടെ അമ്മ, ഈ സ്വർഗീയ അമ്മ നമ്മെ അതീവമായി ശ്രദ്ധിക്കുന്നൊരമ്മയാണ്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ വീഞ്ഞു തീർന്നു പോയത് ശ്രദ്ധാലുവായ കരുണയുള്ള ഈ അമ്മ വളരെ വേഗം തിരിച്ചറിയുകയാണ്. ഇനി രണ്ടാമത്, കാനായിലെ വിവാഹ വിരുന്നിലേക്ക് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ രണ്ടാമത് കാണാൻ സാധിക്കുന്ന പരിശുദ്ധമ്മയെ കാണാൻ സാധിക്കുന്നത് മറ്റൊരു ജീവിതശൈലിയാണ്. അമ്മ എന്താ ചെയ്യുക? ഈ വീഞ്ഞു തീർന്നുപോയ അവസരത്തിൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നില്ല, അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നില്ല.
നമ്മുടെയൊക്കെ ആഘോഷ പരിപാടികളിൽ ഏതെങ്കിലും ഭക്ഷണം തീർന്നു പോകുക, വീഞ്ഞ് തീർന്നു പോകുക, ഇങ്ങനെയുള്ള അവസരം വരുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? പലപ്പോഴും നമ്മൾ അവന് സംഘാടകരെ കുറ്റം പറയാറില്ലേ? ഇവിടെ പരിശുദ്ധ അമ്മ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കലവറയിലേക്കല്ല പോകുക, കലവറക്കാരനെ സമീപിക്കുന്നില്ല. അതായത് മറ്റൊരു വാക്കി പറഞ്ഞ മനുഷ്യനെയല്ല സമീപിക്കുന്നത്. ഈ പ്രശ്നം വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പരിശുദ്ധ മാതാവ് സമീപിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകനായ ഈശോയെ. എന്നുമാത്രം നല്ല മാതൃകയാണ് പരിശുദ്ധ അമ്മ കാണിച്ചു തരിക. ജീവിതത്തിൽ കുറവുകളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, മാനുഷികമായ പല പല ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത്, നമ്മൾ ചെന്ന് നിൽക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ സമീപമല്ല. നമ്മൾ ചെന്ന് നിൽക്കേണ്ടത് ഈ മറിയം ചൂടി കാണിച്ചു തരികയാണ്. നിങ്ങൾ ഈശോയുടെ അടുക്ക് വന്ന് നിൽക്കുക. നീ ആ കുറവ് ഈശോയോട് പറ. ഈശോ ആ കുറവുകൾ നിർത്തി തരും. നമ്മുടെ ദൈവം കുറവുകൾ നിർത്തി തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ യേശുവിനെ സമീപിക്കുക. യേശുവിനെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വാക്കി പറഞ്ഞാൽ പരിശുദ്ധ മറിയം ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ പുത്രന് മാത്രമേ, ദൈവത്തിന് മാത്രമേ ഈ കുടുംബത്തിൻ്റെ പ്രതിസന്ധി, ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ സ്നേഹനിധിയായ അമ്മ തിരിച്ചറിയുക. നമ്മുടെയൊക്കെ ജീവിത മേഖലയിൽ ഇങ്ങനെ വരുന്ന കുറവുകൾ, ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പരാജയങ്ങൾ പരിഹരിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതുണ്ടാകേണ്ട കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുക. ദൈവത്തിന് മാത്രമേ ഇത് പരിഹരിക്കാൻ സാധിക്കൂ എന്ന് മറിയം വിശ്വസിക്കുന്നത് പോലെ നമുക്കും ഈ വിശ്വാസം കടന്നു വരാൻ സാധിക്കണം. ഇങ്ങനെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിനെ പരിശുദ്ധ അമ്മ സമീപിക്കുമ്പോൾ അവർക്ക് വീഞ്ഞില്ല എന്ന് യേശുവോട് പറയുമ്പോൾ യേശു എന്ത് മറുപടിയാണ് അമ്മയോട് പറയുക? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാമത്തെ വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. ഞാനിന് അത്ഭുതം പ്രവർത്തിക്കാൻ സമയമായിട്ടില്ല. അതിന് അനുവാദം പിതാവ് എനിക്ക് നൽകിയിട്ടില്ല. ഇങ്ങനെ സമയമായിട്ടില്ല എന്ന് ഈശോ പറയുന്നുണ്ടോ എങ്കിലും മറിയം അതൊന്നും ശ്രദ്ധിക്കാതെ അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ വിട്ടുകൊടുക്കുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും, ഈ സമയം സാധിക്കുമെന്ന് മറിയം വിശ്വസിക്കുകയാണ്. ഒരു ഗുരുവെത്തി ശുശ്രൂഷ കൂടാൻ വേണ്ടി വരുമ്പോൾ 40 ലക്ഷം രൂപയുടെ കടബാധ്യതയുമായിട്ടാണ് വരിക. അത് കുടുംബത്തിൻ്റെ വലിയൊരു കടബാധ്യതയാണ്. കഴിഞ്ഞ 9-10 വർഷമായി കടബാധ്യത ഈ കുടുംബത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടബാധ്യത വീടാൻ വേണ്ടി ഒരു വസ്തുവുണ്ട്, ആ വസ്തു ഒന്ന് വിറ്റാൽ കടം വീട്ടാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ് 9-10 വർഷമായി ഈ വസ്തു വിൽപ്പന നടക്കുന്നില്ല. ഇനി ഇത് വിറ്റുപോകുമെന്നോ ഈ കടബാധ്യത മാറിക്കിട്ടുമെന്നോ ഈ കുടുംബത്തിനെ ആരും വിശ്വസിക്കാതിരിക്കുന്ന സമയം ഈ കുടുംബത്തിലെ മക്കളിൽ ഒരാളായ യുവാവ് ശുശ്രൂഷ വന്ന് കൂടുമ്പോൾ ആ ശുശ്രൂഷയുടെ ആ ദിനങ്ങളിൽ ഞാൻ നോക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു ഒഴുകുകയാണ്. അത് വേദനയുടെ കണ്ണുനീരല്ലായിരുന്നു, പ്രാർത്ഥനയുടെ കണ്ണുനീരായിരുന്നു. ഈ പ്രതിസന്ധിയിൽ, ഈ പ്രശ്നത്തിൽ എൻ്റെ കുടുംബത്തെ ഒന്ന് പിടിച്ചുയർത്താൻ, എൻ്റെ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്ന ഒരു നൊമ്പര വേദനയിൽ നിന്നുള്ള, വിശ്വാസ മേഖലയിൽ നിന്നുള്ള ഒരു കണ്ണുനീരിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇവിടെ അമ്മ വിശ്വസിച്ചില്ലേ? ഈ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈ വീഞ്ഞിൻ്റെ ക്ഷാമം പരിഹരിക്കാൻ എൻ്റെ പുത്രനായ ഈശോയ്ക്ക് സാധിക്കും എന്ന് മറിയം വിശ്വസിച്ചതുപോലെ ഈ മകൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തികമായ ഈ ബുദ്ധിമുട്ട്, ഈ നൊമ്പരം ഇതിൻ്റെ ദൈവത്തിന് സമർപ്പിച്ചാൽ ഈ ദൈവത്തിന് ഇത് പരിഹരിക്കാൻ സാധിക്കുമെന്ന് ഈ മകൻ വിശ്വസിക്കുക. ആ ശുശ്രൂഷയിൽ ഈ യുവാവ് പറഞ്ഞു, അച്ഛാ, ഈ 9-10 വർഷമായ കടബാധ്യതയാണ്. വസ്തു വിറ്റുപോയ കടം വീട്ടാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞ 9-10 വർഷമായി ഞങ്ങൾ വിൽക്കാൻ നോക്കിയിട്ടും ഈ വസ്തുവിൻ്റെ വിൽപ്പന നടക്കുന്നില്ല. ഈ സമയം ഈ കണ്ണുനീരോടെ യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട യുവാവിൻ്റെ ശിരസ്സ് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ സന്ദേശം ഇപ്രകാരമായിരുന്നു. ഈ ശുശ്രൂഷ കഴിഞ്ഞ് 21 ദിവസം കൊണ്ട് ഈ കടബാധ്യത വീടാനുള്ള അനുഗ്രഹം ദൈവമായ കർത്താവ് ഈ പ്രാർത്ഥനയിലൂടെ നിനക്ക് നൽകുന്നു. 9-10 വർഷമായ തടസ്സമാണ്. ഈ തടസ്സ മേഖലയെ ഈ ദൈവമായ കർത്താവിന് പരിഹരിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് നീ അതിനെയൊന്ന് സമർപ്പിച്ച്, ഈ അമ്മ വിശ്വാസം അർപ്പിച്ചതുപോലെ ഈ വീഞ്ഞില്ലാത്ത കുടുംബത്തിന് വീഞ്ഞ് അത് പകർന്നു നൽകാൻ ഈശോയ്ക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചതുപോലെ
ഈ കുടുംബത്തിന് വീഞ്ഞു തീർന്നു പോയ, സന്തോഷം നഷ്ടപ്പെട്ടു പോയ, സമ്പത്ത് നഷ്ടപ്പെട്ടു പോയ ഈ കടബാധിത മേഖലയിൽ ദൈവത്തിന് കടന്നു വരാൻ സാധിക്കുമെന്ന് ഈ മകൻ വിശ്വസിച്ചപ്പോൾ ശുശ്രൂഷ കഴിഞ്ഞ് കൃത്യം 21-ാമത്തെ ദിവസം ദൈവത്തിനെ ആത്മാവ് വെളിപ്പെടുത്തിയതുപോലെ ഈ കഴിഞ്ഞ് 9-10 വർഷമായി വിറ്റുപോകാതെ കിടന്ന ആ വസ്തു വിറ്റുപോകുകയും ആ ദിവസം തന്നെ ആ കടം മുഴുവൻ വീടാണ് അനുഗ്രഹം ഈ കുടുംബത്തിന് കർത്താവ് നൽകി അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം അനുഗ്രഹത്തിന് ദൈവമാണ് കേട്ടോ. ഈ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ നിങ്ങളും പരിശുദ്ധാമ്മ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അമ്മ വിശ്വസിച്ചു. എൻ്റെ പുത്രനോട് പറഞ്ഞാൽ, ഈ ദൈവത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാകും. അതുകൊണ്ട് മറിയം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ കുടുംബത്തിൻ്റെ ജീവിത പ്രശ്നങ്ങളെ സമർപ്പിച്ചപ്പോൾ, ഈ വീഞ്ഞ് തീർന്നു പോയതിനെ സമർപ്പിച്ചപ്പോൾ ആ കുടുംബത്തിലേക്ക് സമൃദ്ധി ദൈവം കൊണ്ടുവരികയാണ്. സമയമാകാതിരുന്നിട്ടും കൂടി ഈശോ തന്നെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുക തൻ്റെ പ്രിയപ്പെട്ട അമ്മ ആവശ്യപ്പെട്ടതുകൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ചില തകർച്ചകളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലേ? അനേകം നാളായി വിവാഹമേലെ തടസ്സമാകാം, ജോലിമേലെ തടസ്സമാകാം, ചില കുടുംബ പ്രശ്നങ്ങളാകാം, തിന്മയുടെ ചില സ്വാധീനങ്ങളാകാം. ഇതൊക്കെ മാറാൻ വേണ്ടി, ഇത് മാറില്ല എന്ന് ചിന്തിക്കുകയല്ല, ഇത് മാറുമെന്ന് ചിന്തിച്ച് ഇത് കർത്താവ് ഈശോയ്ക്ക് എടുത്തു മാറ്റാൻ സാധിക്കുമെന്ന് മറിയം വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ മേലെ വലിയ മാറ്റമുണ്ടാകും. ദൈവത്തിൻ്റെ വലിയ തുറവി, ദൈവത്തിൻ്റെ വലിയ പ്രവർത്തനം നമ്മുടെ വ്യക്തി ജീവിതം കുടുംബത്തിലേക്ക് കടന്നു വരും എന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാനുള്ള പരിശുദ്ധ മറിയത്തിൻ്റെ ആഴത്തിലുള്ള താല്പര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. മറിയം അതാ നമ്മെ പഠിപ്പിക്കുക. കാനായിലെ വിവാഹവിരുന്നിൽ മറിയം നമ്മെ പഠിപ്പിക്കുന്നതാ, നമ്മുടെ ഈ കൊച്ചു വീടിനെ, നമ്മുടെ ഈ കുടുംബത്തെ, നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ട ഉറ്റവരെ വീഞ്ഞു തീർന്നു പോയ അവസ്ഥയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒന്ന് വെച്ച് കൊടുക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ദൈവം ആ മേഖലയിൽ സമൃദ്ധി നൽകുന്ന ഒരു ദൈവമാണ്. അതോടൊപ്പം തന്നെ മറിയം കാനായിലെ വിവാഹവിരുന്നിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്ന മറ്റൊരു കാര്യം പ്രാർത്ഥിക്കാനുള്ള ഒരു കാര്യമാണ്. മറിയം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഉത്കണ്ഠകൾ വിട്ടുപോകുന്നത്, നമ്മുടെ വ്യഗ്രതകൾ വിട്ടുപോകുന്നത്, ദൈവം നമ്മോട് സംസാരിക്കുന്നത് അത് പ്രാർത്ഥിക്കുന്നത് വഴിയാണ്. അവിടെ ഈ നോമ്പ് തീരുന്ന ഈ ദിവസം, ഈ സന്തോഷത്തിൻ്റെ ഈ പുണ്യദിനത്തിൽ, ഈ ആഹ്ലാദ ദിനത്തിൽ, പരിശുദ്ധമ്മയുടെ പിറവി തിരുനാൾ ദിനത്തിൽ പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയായി തീരാമെന്ന് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. പരിശുദ്ധമ്മ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ചെറുതും വലുതുമായ നിയോഗങ്ങളെല്ലാം ഈശോയുടെ പക്കലേക്ക് നമുക്ക് കൊടുക്കാം. ഇനി മൂന്നാമതായി നമുക്ക് കാനായിലെ വിവാഹവിരുന്നിൽ കാണാൻ സാധിക്കുന്നത് മറിയം അവിടെ പ്രവർത്തിക്കുന്ന ഒരമ്മയെന്നാണ്. ഈ അമ്മ അവിടെ പ്രവർത്തിക്കുക. എന്ന് ഈ അമ്മ അവിടെ പ്രവർത്തിക്കുക? യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. മാതാവ് നമ്മോടൊന്നും ആവശ്യപ്പെടുന്നില്ല. മാതാവ് നമ്മോട് പറയുന്നത് എൻ്റെ മകൻ പറയുന്നത് പോലെ ചെയ്യാനാണ്, ദൈവം പറയുന്നത് ചെയ്യാനാണ്. ദൈവം പറയുന്നത് ചെയ്യുമ്പോഴാണ് ദൈവാനുഗ്രഹം ജീവിതത്തിൽ കടന്നു വരിക. ഈ വലിയ സത്യം തിരിച്ചറിഞ്ഞ വ്യക്തിയാണ് പരിശുദ്ധ മറിയം. പ്രിയമുള്ളവരെ, ഒരു നിമിഷം പരിശുദ്ധ മാതാവിലേക്ക് നമുക്ക് നോക്കാം. ഈ മാതാവ് ഈ സമയം നമ്മോട് പറയുന്നത്, ഈ അമ്മ നമ്മോട് പറയുന്നത്, നീ മകൻ പറയുന്നത് ചെയ്യാനാ. ഈശോ പറയുന്നത് ചെയ്യാൻ, ഈശോ പറയുന്നത് അനുസരിക്കാൻ, ഈശോ പറയുന്നത് കേൾക്കാൻ, ഈ ഒരു തീരുമാനം എടുക്കാനുള്ള അഭിഷേകം ഈ മാതാവിൻ്റെ പിറവി തിരുനാൾ ദിനത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയം നമ്മോട് പറയുന്നത് ചെയ്യുക. മറിയം നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈശോയുടെ അടുക്കിലേക്ക്, ഈശോയുടെ പക്കലേക്ക്. പരിശുദ്ധ മാതാവിൻ്റെ ഈ പിറവി തിരുനാൾ ദിനത്തിൽ നമുക്കും ചില തീരുമാനം എടുക്കാൻ സാധിക്കണം. നമ്മളും അനേകരെ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് മറിയം കൂട്ടിക്കൊണ്ടു പോയതുപോലെ യേശുവിൻ്റെ അടുക്കിലേക്ക്. ഞാനെൻ്റെ യേശുവിൻ്റെ അടുക്കിലേക്ക്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പക്കലേക്ക്, ഞാൻ എൻ്റെ ഉറ്റവനെയും പ്രിയപ്പെട്ടവരെയും കൂട്ടിക്കൊണ്ടു പോകാറുണ്ടോ? അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയാലാണ്, അവർ യേശുവിൻ്റെ അടുക്കൽ വന്നാലാണ് അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 10-ാം വചനം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, മുന്തിയ വീഞ്ഞ്
ഇനിയും വരാനിരിക്കുന്നു. മുന്തിയ വീഞ്ഞ് ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ്, ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് നീ ആ കുടുംബത്തിൽ അത് വെളിപ്പെടുക. നമ്മുടെ നിരാശകളിൽ, പരാജയങ്ങളിൽ, ഇല്ലായ്മകളിൽ, പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ നമ്മൾ തളർന്നു പോകുന്ന ഒരു ജീവിതമാണ്. നമ്മുടെ ഉറ്റവര് തളർന്നു പോകുന്ന ജീവിതമാണ്. ജീവിതം അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ കാര്യം ഓർക്കണം കേട്ടോ, മുന്തിയ വീഞ്ഞ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ മുന്തിയ വീഞ്ഞ് വ്യക്തിജീവിതത്തിൻ്റെ തകർച്ചകളിലും പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും വരണമെങ്കിൽ നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് കടന്നു വരണം. നമ്മൾ തമ്പുരാന് മുമ്പിൽ ഇരുന്ന് കൊടുക്കണം. തമ്പുരാനെ വിളിച്ചൊന്ന് പ്രാർത്ഥിക്കണം. മറിയം പറഞ്ഞതുപോലെ ഈശോ പറയുന്നത് കേൾക്കാൻ നമ്മെക്കൊണ്ട് സാധിക്കണം. നമ്മളൊക്കെ പലപ്പോഴും വ്യക്തിജീവിതത്തിൽ ചില ഇല്ലായ്മകൾ വരുമ്പോൾ എല്ലാം അവസാനിച്ചു, ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് ചിന്തിക്കുന്നവരെ, ഒരിക്കലും വീഞ്ഞ് തീർന്നു പോയാൽ ഇനി ഒരിക്കലും ജീവിതത്തിൽ വീഞ്ഞുണ്ടാകില്ല എന്ന് കരുതുന്ന അനേകം ജീവിതങ്ങളുണ്ട്. ഈ ജീവിതങ്ങൾക്ക് പരിശുദ്ധാമ്മ നൽകുന്ന മറുപടി, വീഞ്ഞുപോയ ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ കാത്തിരിക്കുന്നത് മുന്തിയ വീഞ്ഞ് വരുന്നൊരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ ഈശോ തൻ്റെ സമയമാകാതിരുന്നിട്ടും കൂടി അവിടെ പുതിയ വീഞ്ഞ് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ ആ പുതിയ വീഞ്ഞിനെക്കുറിച്ച് വചനം പറയുന്നത് മുന്തിയ വീഞ്ഞായിരുന്നു. ജീവിതത്തിലെ കുറവുകൾ വരുന്നത്, ചില പരാജയം വരുന്നത്, ചില തകർച്ചകൾ, ചില പ്രതിസന്ധികൾ വരുന്നത്, ചില കണ്ണുനീര്, ചില സഹനങ്ങൾ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ജീവിതത്തിൽ, കുടുംബത്തിൽ മുന്തിയ വീഞ്ഞ് അത് വെളിപ്പെടാൻ വേണ്ടിയാണ്. മുന്തിയ വീഞ്ഞ് ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിനെ സമീപിക്കണം. ഒരിക്കൽ ശുശ്രൂഷ കൂടാൻ വേണ്ടി ഒരു കുടുംബം വരുമ്പോൾ ആ കുടുംബം മുഴുവനും വലിയൊരു വേദനയാണ്. ഈ കുടുംബത്തിൻ്റെ വേദന 1-2 വർഷത്തെ വേദനയല്ല, അര നൂറ്റാണ്ടിലധികമായ വേദനയാണ്. ഈ വേദനയുടെ കാരണം പ്രിയമുള്ളവരെ, കഴിഞ്ഞ 55 വർഷമായി ഈ കുടുംബത്തിലേക്ക്, ഇവരുടെ വീട്ടിലേക്ക് ഒരു വഴിയില്ല. നമ്മളൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കണം കേട്ടോ. നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്ക് കയറി പോകാനൊരു വഴിയില്ല എന്ന് പറയുമ്പോൾ അത് 1-2 ദിവസത്തെ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വേദന എന്തുമാത്രമാണ്. ഇത് 1-2 ദിവസമല്ല, 1-2 വർഷമല്ല, അര നൂറ്റാണ്ട് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ 55 വർഷമായി ഈ വീട്ടിലേക്ക് വഴിയില്ല. ഒരു വഴിക്ക് വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടല്ല, അനേകം മേഖലയിലൂടെ അത് ശ്രമിച്ചതാണ്. പല അധികാരികളെയും പോയി കണ്ടതാണ്. പലരും ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെട്ടതാണ്. എന്നിട്ട് എന്തുകൊണ്ട് ആ പ്രശ്നം കഴിഞ്ഞ് 55 വർഷമായി പരിഹരിക്കപ്പെട്ടില്ല? പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നത്തിലേക്കാണ് ഈശോയെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ആ കുടുംബം മുഴുവനും വന്ന് ശുശ്രൂഷ കൊടുക്കുക. ഇങ്ങനെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ചില ജീവിത പ്രശ്നങ്ങളുണ്ടാകാം. നമ്മൾ നോക്കുമ്പോൾ ഇനി ഒരിക്കലും വഴി തുറന്നു കിട്ടില്ല. അനേകർ അവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വിറ്റിട്ട് പോകാൻ നോക്ക്, നീ ഒരിക്കലും വഴി ഉണ്ടാവില്ല കേട്ടോ. 55 വർഷമെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ആയുസ് നമുക്കറിയാം, ഏറിയാൽ 70, 80 അല്ലെങ്കിൽ 90 വർഷമാണ്. ഒരു മനുഷ്യ ആയുസിൻ്റെ ഒരു പകുതി കഴിഞ്ഞു. എന്നിട്ട് വീട്ടിലേക്ക് പ്രവേശിക്കാൻ ഒരു ചെറിയ വാഹനം കയറ്റിക്കൊണ്ട് പോകാൻ വഴിയില്ലാതെ കുടുംബം വേദനിക്കുക. ജീവിതത്തിൽ 55 വർഷമായി ആദ്യമായി കുടുംബം ഈ പ്രതിസന്ധിയിലേക്ക്, ഈ വീഞ്ഞു തീർന്നു പോയ ഈ അവസ്ഥയിലേക്ക് ഈ ദൈവത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശുശ്രൂഷ കൂടാൻ വേണ്ടി വരുമ്പോൾ ദൈവാത്മ നൽകുന്ന സന്ദേശം ഇതായിരുന്നു: ഈ ശുശ്രൂഷ കഴിഞ്ഞ് 4 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു വഴിയുണ്ടാകും. ഒരു 4 മാസത്തിൽ വഴിയുണ്ടാകും. 55 വർഷമായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നമാണ്. ഈ പ്രശ്നത്തിലേക്ക് ഈ ജീവനുള്ള ദൈവമായ കർത്താവിനെ വിളിച്ചപ്പോൾ കാനായിലെ വിവാഹവിരുന്നിന് അത്ഭുതം പ്രവർത്തിച്ച് ഈശോ ആ കുടുംബത്തിലേക്ക് കടന്നു വരികയും ആ ശുശ്രൂഷ കഴിഞ്ഞു 4 മാസത്തിനുള്ളിൽ തന്നെ 55 വർഷമായി തുറന്നു കിട്ടാതെ കിടന്നിരുന്ന വഴി ഈ വീട്ടിലേക്ക് തുറന്നു കിട്ടുകയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ഒരു കാര്യം അറിയണം കേട്ടോ, മുന്തിയ വീഞ്ഞ് ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. പരീക്ഷയിലൊക്കെ ചില പരാജയം സംഭവിക്കുമ്പോൾ ഇനി ഒരിക്കലും എഴുതുന്നില്ല എന്ന് ചിന്തിക്കുന്ന അനേകരെ കണ്ടുമുട്ടാറുണ്ട്. ചോദിക്കുമ്പോൾ 1 പ്രാവശ്യം പരാജയപ്പെട്ടതേ ഉള്ളൂ, ചോദിക്കുമ്പോൾ 2 പ്രാവശ്യം പരാജയപ്പെട്ടതാണ്, ചില വ്യക്തികൾ 3 പ്രാവശ്യം പരാജയപ്പെട്ടതാണ്. ഇന്ന് 2, 3, 4, 5 അല്ല, 15, 17, 20 പ്രാവശ്യം പരാജയപ്പെട്ടവർ ആ ജീവിത മേഖലയിലേക്ക് ദൈവത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്ന് ശുശ്രൂഷ കൂടുതൽ കാണാറുണ്ട്.
27 പ്രാവശ്യം ഐരിസ് എന്ന് പറയുന്ന പരീക്ഷ എഴുതി പരാജയപ്പെട്ടവരെ ഞാൻ കാണാറുണ്ട്. 27 പ്രാവശ്യം പരാജയപ്പെട്ടപ്പോൾ തിരിച്ചറിയുക, ഈ പരാജയ മേഖലയിലേക്ക് ഈശോയെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകണം, ഈശോയെ ഒന്ന് ക്ഷണിക്കുക. അതിന് നിരാശയിലേക്കും അനേകം വർഷമായ തകർച്ചകളിലേക്കും പരാജയ ബന്ധനങ്ങളിലേക്കും ഈ കർത്താവായ യേശുവിനെ കൂട്ടിക്കൊണ്ടു പോയപ്പോൾ, യേശു അവിടെ കടന്നു വന്നപ്പോൾ, യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ മുന്തിയും വീഞ്ഞ് അവിടെ ജീവിതത്തിൽ വെളിപ്പെടുകയും കൊണ്ട് പ്രിയമുള്ളവരെ ഒന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് മാതാവിൻ്റെ പിറവി തിരുനാൾ ദിവസം ഈ തിരുനാളിൻ്റെ സന്തോഷവും ഈ തിരുനാളിൻ്റെ ആഹ്ലാദവും ഇതെല്ലാം എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ എളിമയോടെ നമ്മളൊരു കാര്യം അംഗീകരിക്കണം. ഇതുവരെ വന്നുപോയ തകർച്ചകൾ, ഇതുവരെ വന്നുപോയ പരാജയങ്ങൾ, ഇതുവരെ വന്നുപോയ ചില കുറവുകൾ, അത് മുന്തിയ വീഞ്ഞ് ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഈ തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കണം. ഈ അറിവ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈശോയുടെ അടുക്കലേക്കാണ്. അമ്മ നമ്മോട് പറയുന്നത് ഇത്ര മാത്രമാണ്, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുവിൻ. ഇതുവരെയും ഈശോ പറയുന്നത് കേട്ടിട്ടില്ല എങ്കിൽ, ഇതുവരെയും വചനം നമ്മൾ ശ്രദ്ധിക്കാതെ പോയെങ്കിൽ, പ്രിയമുള്ളവർ ഇന്നു മുതൽ ഈശോ പറയുന്നത് കേൾക്കാൻ, വചനം പറയുന്നത് കേൾക്കാൻ, അതിന് വചനാധിഷ്ഠിതമായി ജീവിക്കുന്ന, ദൈവത്തിൻ്റെ ഹൃദയത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു നല്ലൊരു വ്യക്തിയായി മാറാൻ നമുക്ക് ആഗ്രഹിക്കാം. തുടർന്ന് വരുന്ന ആരാധനയിൽ, ദൈവികൻ ആരാധനയിൽ നമ്മൾ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളാകട്ടെ, ഒരു മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ആവശ്യങ്ങളെക്കുറിച്ച് നമ്മുടെ അമ്മയ്ക്ക് കരുതലുണ്ട്. നമ്മുടെ അമ്മ കരുതലുള്ള അമ്മയാണ്. നമ്മുടെ ദൈവം കരുതലുള്ള ദൈവമാണ്. ഈ ശൈലി തന്നെ പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മാനുഷിക ആവശ്യങ്ങളിലും കരുതലുള്ള അമ്മ. ഈ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അത് ഈ ഒരു ദിവസമല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിന് എല്ലാ ദിവസവും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് ഒരു നിമിഷം ഉറച്ച തീരുമാനം നമുക്ക് എടുക്കാം. പരിശുദ്ധ അമ്മേ, ഞാൻ അമ്മയെ സ്നേഹിക്കും, ഞാൻ അമ്മയുടെ മാധ്യസ്ഥയോട് പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. ഞാൻ വ്യക്തിപരമായ ഒരു ജപമാലയെങ്കിലും ഒരു ദിവസം ചെല്ലും. അതിന് മാതൃസ്നേഹമുള്ളവരായി, മാതൃഭക്തിയുള്ളവരായി, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയോട് പ്രാർത്ഥിക്കുന്നവരായി, ജപമാല ഭക്തരായി ഈ ദിവസം നമുക്ക് മാറാം. ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി വീഞ്ഞ് തീർന്നുപോയ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും മുന്തി വീഞ്ഞ് നൽകാൻ വേണ്ടി ഈ ദൈവമായ കർത്താവ് കടന്നു വരുന്ന സമയം ഈശോയെ നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏവർക്കും നേരുകയാണ്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ, മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മിട്ടിപ്പാടിടാം. മമനാഥന് സ്തുതി പാടിടാം, മനവീണകൾ മിട്ടിപ്പാടിടാം. ഈശോ അണയും പാവന നിമിഷമിതാ, തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ. നാഥാ വരേണമേ, എന്നിൽ നിറയണമേ.
പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുണ്യദിനത്തിൽ തിരുവസ്തുരൂപനായ ഈശോയുടെ സന്നിധിയിൽ ഞാൻ നിങ്ങൾ വന്നെത്തുമ്പോൾ നമുക്കൊരുപാട് സന്തോഷിക്കാം, നമുക്കൊരുപാട് ആഹ്ലാദിക്കാം. ഈ നോമ്പിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൂടെ തിരുവസ്തുരൂപനായ ഈശോ നമുക്ക് നൽകിയ അനവധി കൃപകൾ, അനുഗ്രഹങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 7 ദിവസം ഒരുങ്ങിയത് ഈ പുണ്യദിനത്തിന് വേണ്ടിയാണ്. ഒന്നല്ല ഈശോയെ ഞങ്ങളങ്ങേ നന്ദിയോടെ ആരാധിക്കുന്ന സമയം. ഈ നോമ്പിൻ്റെ സമാപന ദിവസമായി ഇന്ന് പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാൾ ഞങ്ങൾ സമുചിതമായി ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലേക്ക് ഈശോയെ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. പ്രിയമുള്ളവരെ, 40-ാം സങ്കീർത്തനം 17-ാമത്തെ തിരുവചനം ഇപ്രകാരം പറയുക: കർത്താവിന് എന്നെപ്പറ്റി കരുതലുണ്ട്. നമ്മുടെ ദൈവം നമ്മുടെ കാര്യത്തിൽ കരുതലുള്ള ഒരു ദൈവമാണ്. ഓരോ മനുഷ്യൻ്റെ ആവശ്യങ്ങളിലേക്കും നിയോഗങ്ങളിലേക്കും അവൻ്റെ വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും അവൻ്റെ ജീവിതത്തിന് ഇല്ലായ്മയിലേക്കും ഒക്കെ നമ്മുടെ ദൈവം കടന്നു വരുന്നു. നമ്മെ കരുതുന്നവനാണ് നമ്മുടെ ദൈവം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 3-ാം വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പരിശുദ്ധ അമ്മ തൻ്റെ പ്രിയപ്പെട്ട മകനോട് ഇപ്രകാരം പറയുന്നു: ഈശോയെ, അങ്ങയോട് അങ്ങയുടെ അമ്മ പറയുകയാണ്, നീ അവർക്ക് വീഞ്ഞില്ല കേട്ടോ. വീഞ്ഞില്ല എന്ന് പറയുന്നത് മാനുഷികമായ ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ മാനുഷികമായ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അതിൽ കരുതലുള്ള ഒരമ്മ, നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് കരുതലുള്ളതുപോലെ പ്രിയമുള്ളവരെ ഈശോയെ നോക്കുമ്പോൾ തിരിച്ചറിയണം കേട്ടോ. നമ്മുടെ പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യഘട്ടങ്ങളിലും നമ്മെ കരുതുന്ന ഒരമ്മയാണ്. എന്ത് നല്ലൊരു അമ്മ, എന്ത് നല്ലൊരു ഈശോ. നല്ല ദൈവമേ, ഞങ്ങൾ ആരാധിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ ഈ പുണ്യദിനത്തിൽ വർഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരുകാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ദൈവമക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. അതിനും തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ തിരുവസ്തുരൂപനായ ഈശോയെ നമുക്ക് വീണ്ടും നോക്കാം. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ അമ്മ ശ്രദ്ധിക്കുന്നത് ആ കുടുംബത്തിൻ്റെ മാനുഷികമായ ആവശ്യങ്ങളിലേക്ക്, ആ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങളിലേക്ക്, അവരുടെ കണ്ണുനീരിലേക്ക്, അവിടെ വീഞ്ഞു തീർന്നു പോയി എന്ന് തിരിച്ചറിയുന്നത് അമ്മയാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് കുറവും ആദ്യം തിരിച്ചറിയുന്നത് പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മ നമ്മുടെ കുറവ് തിരിച്ചറിയുമ്പോൾ, നമ്മുടെ ഇല്ലായ്മ തിരിച്ചറിയുമ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന് പങ്കുവയ്ക്കുന്നത് തൻ്റെ പുത്രനായ ഈശോയുടെ പക്കലേക്കാണ്. നീ അവർക്ക് വീഞ്ഞില്ല കേട്ടോ. വീഞ്ഞെന്ന് പറയുന്ന സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും അടയാളമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കെട്ടുപോയ, സ്നേഹം കെട്ടുപോയ, സമൃദ്ധി കെട്ടുപോയ, വീഞ്ഞു തീർന്നു പോയ അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ, അനേകം ബന്ധനങ്ങൾ, തടസ്സങ്ങളുണ്ടെങ്കിൽ, അനേകം നാളുകളായി വിവാഹം വരെ തടസ്സം, ജോലി മേലെ തടസ്സം, സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യത, ജപ്തി നേരിടുന്ന അവസ്ഥ, എന്നും മാത്രം അധ്വാനിച്ചാലും ഒന്ന് ഉയർന്നു വരാൻ സാധിക്കുന്നില്ല ദൈവമേ. കുടുംബത്തിലെ കാര്യങ്ങൾ പോലും ശരിയായി വണ്ണം നിർവഹിക്കാൻ സാധിക്കാതെ ഭാരപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കൾ, ഈ ആവശ്യങ്ങളെല്ലാം അറിയുന്ന വ്യക്തിയാണ് നമ്മുടെ അമ്മ. അമ്മയോട് ചേർന്ന് ഈശോയെ വിളിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ എല്ലാ ബന്ധനങ്ങളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ നിയോഗങ്ങളിലേക്കും ഈശോയെ വരണമേന്ന് ആഗ്രഹിച്ച് കരങ്ങളടിച്ച് ചേർത്ത് പാടാം. ഇരുവശങ്ങളിലേക്ക് നനയിക്കൊണ്ട് ഒന്ന് കരഘോഷത്തോടെ, ഒന്ന് സന്തോഷത്തോടെ നമ്മുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും,
എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചു ചേർത്ത് പാടുകയാണ്. യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ വചനമിതാ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ, വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ. ഇനി കരമുയർത്തി വിളിക്കുന്നു യേശുവേ, 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 യേശുവേ. കരമടിച്ച് ഇരുവശങ്ങളിലേക്ക് നനയിക്കണം. ദുഃഖനൊമ്പരങ്ങൾ, വേദനകൾ, ഭാരങ്ങൾ ഇതെല്ലാം യേശുവിനെ കാഴ്ചവെച്ച് യേശുവേ എന്നെ സ്പർശിക്കണമേ, എന്നോട് ബന്ധനങ്ങൾ വിട്ടുപോകാമേ, ദുഃഖനൊമ്പരങ്ങൾ വിട്ടുപോകാമേ. ചേർന്ന് പാടുകയാണ്, ആരാധിക്കുകയാണ്. ദുഃഖനൊമ്പരങ്ങൾ മാറിടട്ടെ, ശാപശക്തികൾ നീങ്ങിടട്ടെ, ഭയം നിരാശകൾ തകരട്ടെ, ആകുല വ്യാധികൾ മാറിടട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ, വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ. വിളിക്കുന്നു യേശുവേ, 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 യേശുവേ. കരമടിച്ച് പരിശുദ്ധാത്മയുടെ പർവ്വദിനമായെന്നും വലിയ സന്തോഷം, വലിയ ആഹ്ലാദത്വം തിരുവോസ്തിരുവിനായി ഈശോയെ ഒന്നേർന്ന് ആരാധിക്കുക. നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളിലേക്ക് ഈശോയെ വരണമെന്ന് ആഗ്രഹിച്ചു കടബാധ്യതയെ കാഴ്ചവെക്കും, വിവാഹ തടസ്സത്തെ കാഴ്ചവെക്കും, ജോലി തടസ്സ മേഖലയെ കാഴ്ചവെക്കും, സന്താനഭാഗ്യമില്ലായ്മയെ കാഴ്ചവെക്കും, സ്വന്തമായി ഭവനമില്ലായ്മ കാഴ്ചവെക്കും, പൊതുവുമേ കുറവുകളും കാഴ്ചവെക്കും, പഠന പരാജയം കാഴ്ചവെക്കും. എല്ലാ പരാജയങ്ങളിലേക്കും ഈശോ വരണമെന്ന് ആഗ്രഹിച്ചു കര ഉയർത്തിയടിച്ച് പരാജയങ്ങളിലേക്ക് ദൈവം വരാൻ വേണ്ടി നീഞ്ഞു തീർന്നുപോയ അവസരങ്ങളിലേക്ക് ഈശോയെന്ന് വരണമേന്ന് ആഗ്രഹിച്ചൊരു കര ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. യേശുവേ എന്ന് കരമടിച്ച് സന്തോഷത്തോടെ ചെറുത് പാടാം. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി, വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, ജോലി, വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ,
വിടുതൽ 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 യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ. സ്തുതിക്കുന്നു യേശുവേ 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 കരപിടിച്ച് നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇരുവശങ്ങളിലേക്ക് നനയിക്കൊണ്ട് കരഘോഷത്തോടെ തിരുവസ്തുരനായി യേശുവെ നോക്കിക്കൊണ്ട് ആരാധിക്കുന്ന സമയമാണ്. രോഗങ്ങളെ കാഴ്ചവെക്കുക, രോഗപീഠങ്ങളെ കാഴ്ചവെക്കുക, മനവ്യാധികളെ കാഴ്ചവെക്കുക. കർത്താവെ ഞങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെറുതു പാടുകയാണ്. കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോ മാറാരോഗികൾ സുഖപ്പെടട്ടെ. കുരുടന്റെ കണ്ണുകൾ തുറന്നപ്പോ മാറാരോഗികൾ സുഖപ്പെടട്ടെ. രോഗപീഠകൾ നീങ്ങിടട്ടെ. അത്ഭുത ശക്തി നിറയട്ടെ. രോഗപീഠകൾ നീങ്ങിടട്ടെ. അത്ഭുത ശക്തി നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ സ്വർഗം തുറന്നിടട്ടെ. ചേർന്ന് വിളിക്കുന്നു യേശുവേ 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 യേശുവേ. ഇരുകരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുപാട് സന്തോഷിക്കാം. മനുഷ്യന്റെ ആവശ്യങ്ങളിലേക്ക് കണ്ണുനീരിലേക്ക് കടന്നു വരുന്ന ദൈവം മനുഷ്യന്റെ ആവശ്യങ്ങളും കണ്ണുനീരും തിരിച്ചറിഞ്ഞ് അതിലേക്ക് ഓടി വരുന്ന പരിശുദ്ധ അമ്മ നമുക്കിന്ന് മാത്രം സന്തോഷിക്കാൻ സാധിക്കണം. പരിശുദ്ധ അമ്മയുടെ ഈ പിറവി ദിനത്തിൽ ഇതുപോലെ നല്ലൊരു അമ്മയെ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിന് ഇല്ലായ്മകൾ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ, ഇതെല്ലാം നമ്മൾ കാഴ്ചവെക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും വീഞ്ഞ് തീർന്നു പോയ ഒരനുഭവം ഉണ്ടെങ്കിൽ ഈ തീർന്നുപോയ വീഞ്ഞ് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ചില സന്തോഷമാണെങ്കിൽ അതിലേക്കൊന്ന് വരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈശോ വരാൻ വേണ്ടി ആഗ്രഹിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തടസ്സങ്ങളും എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി ഈശോയെ നോക്കി ചേർന്ന് പാടുകയാണ്. ബന്ധനം തകരട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. തിരുവസ്തുരനായ യേശുവിടെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ കാഴ്ചവെക്കുക, കുടുംബ തകർച്ചകൾ കാഴ്ചവെക്കുക, കുടുംബത്തിന് അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. യുവതി യുവാക്കളെ കാഴ്ചവെക്കുക, പഠിക്കുന്നവരെ കാഴ്ചവെക്കുക, കുഞ്ഞുമക്കളെ കാഴ്ചവെക്കുക, ഗർഭശിശുക്കളെ കാഴ്ചവെക്കുക, കൈക്കുഞ്ഞുങ്ങളെ കാഴ്ചവെക്കുക, പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാഴ്ചവെക്കുക, വാർദ്ധക്യം വന്നവരെ കാഴ്ചവെക്കുക, വൈദിക സമർപ്പിതരെ കാഴ്ചവെക്കുക, ഉദ്യമസഭാധികാരികളെ കാഴ്ചവെക്കുക. എല്ലാവരെയും ഒരു അനുഗ്രഹമായി മാറ്റണമേ എന്ന് ആഗ്രഹിച്ചു എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി ചേർത്ത് പാടുകയെ. ബന്ധനം തകരട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ. അഭിഷേകം നിറയട്ടെ. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ
തനിക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ സമയമാകാതിരുന്നിട്ടും കൂടി തിരുവസ്തുരൂപനായ ഈശോയെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അമ്മ ആവശ്യപ്പെട്ടതുകൊണ്ട്, ഇതുപോലെ പരിശുദ്ധാമ്മ ആവശ്യപ്പെടുമ്പോൾ, പരിശുദ്ധാമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനേകം അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഈ വലിയൊരു ബോധ്യം ഈ സമയം ദൈവം നമുക്ക് നൽകുന്ന സമയമാണ്. ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ, അവിടെ വെള്ളം വീഞ്ഞായി മാറിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, പിന്നെ അവിടെ ലഭിക്കുന്നത് മുന്തിയ തരം വീഞ്ഞ. ജീവിതത്തിനെല്ലാം തീർന്നുപോയി, എല്ലാം അസ്തമിച്ചു, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ജീവിച്ചിട്ട് പ്രയോജനമില്ല എന്ന് കരുതുന്ന ചില നിമിഷങ്ങളില്ലേ, ആ നിമിഷങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ദൈവം കടന്നു വരുമ്പോൾ വെളിപ്പെടുന്നത് മുന്തിയ വീഞ്ഞ, പുതിയ അനുഗ്രഹമാണ്, പുതിയ അഭിഷേകമാണ്, പുതിയ സൗഖ്യമാണ്, പുതിയ ഉയർച്ചയാണ്. വിശ്വസിക്കുക. മുന്തിയ വീഞ്ഞ് ജീവിതത്തിൽ വെളിപ്പെടാൻ, ഇതുപോലെ അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ തടസ്സം നൽകുന്ന എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ച് ചേർത്ത് പാടുകയാണ്. ബന്ധനം തകരട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ആമേൻ. ബന്ധനം തകരട്ടെ, ആമേൻ. അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ഈശോയെ കൂപ്പുകാരങ്ങളോട് നമുക്ക് നോക്കാം. ഈശോയുടെ വീഞ്ഞില്ല എന്ന് പരിശുദ്ധമ്മ പ്രാർത്ഥനയോടെ പറയുമ്പോൾ അമ്മ സമൂഹത്തോട് എന്താ പറയുക? അവനും പറയുന്നത് ചെയ്യാനാണ്. പരിശുദ്ധമ്മയുടെ പിറവി തിരുനാൾ ദിനത്തിൽ ഈ ദീപികാൻ ആരാധനയിൽ പങ്കുചേരുമ്പോൾ, ഈ സമാപന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നതും ഇതുതന്നെയാണ്. മക്കളെ, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യുക. നമ്മൾ ഈശോ പറയുന്നത് ചെയ്യേണ്ടവരാ. നമ്മൾ ഈശോയെ സ്നേഹിക്കേണ്ടവരാ. നമ്മൾ ഈശോയെ അനുസരിക്കേണ്ടവരാ. ഈശോ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മുന്തിയ തരം വീഞ്ഞ് വെളിപ്പെടുക, പുതിയ പുതിയ അനുഗ്രഹങ്ങൾ വെളിപ്പെടുക, പുതിയ പുതിയ വിജയങ്ങൾ കിട്ടുക, പുതിയ പുതിയ അഭിഷേകം കിട്ടുക. ഈശോയെ കേൾക്കാൻ, ഈശോയെ അനുസരിക്കാൻ, ഈശോ പറയുന്നത് ചെവിക്കൊള്ളാൻ തടസ്സം നൽകുന്ന എല്ലാ അസ്വസ്ഥകളും ബന്ധനങ്ങളും വിട്ടുപോകാൻ വേണ്ടി ചേർത്ത് പാടാ. ബന്ധനം തകരട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. ചേർത്ത് പാടാമോ? ബന്ധനം തകരട്ടെ, ആമേൻ. അഭിഷേകം നിറയട്ടെ. ചേർത്ത് പാടുകയും ബന്ധനം തകരട്ടെ, ആമേൻ. അഭിഷേകം നിറയട്ടെ. ആമേൻ. ബന്ധനം തകരട്ടെ, ഈശോയെ അഭിഷേകം നിറയട്ടെ. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. അഭിഷേകം. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. നിയോഗങ്ങളെ കാണിച്ചു വെച്ച കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഈശോ തരുന്ന ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 ആരാധന യേശുവേ ആരാധന ദൈവമേ യേശുവേ ഹല്ലേലൂയ യേശുവേ യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധിക്കുന്നു പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.